തെക്കിനേതും പടിഞ്ഞാറേ പുരയും തമ്മിൽ ബാന്ധവം, വടക്കേതും കിഴക്കേതും തങ്ങളിൽ ബാന്ധവം മതം. എന്താണ് ഈ ഒരു മനുഷ്യാലയ ഭാഷ എന്ന് പറയുന്നത്? ബ്യൂട്ടിഫുൾ ബുക്കുണ്ട്, ചെറിയ ബുക്കാണ്. ഹായ്, നമസ്കാരം. വാസ്തുവിദ്യയുടെ മറ്റു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. മനുഷ്യാലയ ഭാഷ മനുഷ്യാലയ ചന്ദ്രികയുടെ പ്രിൻസിപ്പിൾസിനെ കുറച്ചുകൂടെ ലളിതമായിട്ട് നമുക്ക് പറഞ്ഞ് അത് തരികയും ഒപ്പം തന്നെ ആ പ്രിൻസിപ്പിൾസ് കൃത്യമായിട്ട് പാലിക്കുന്നതിനുള്ള ഗൈഡ് ലൈൻസൊക്കെ വളരെ വ്യക്തമായിട്ട് വളരെ സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷയിൽ മനുഷ്യാലയ ഭാഷ എന്നാണ് ബുക്കിൻ്റെ പേര്. അപ്പോൾ അത് കളക്ട് ചെയ്തിട്ട് ഇപ്പം അത് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് വിചാരിക്കുമ്പോൾ ഇത്ര ചെറിയൊരു ബുക്കാണ്, അതിൽ വാസ്തു ഇൻസൈറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ ഞാൻ ഈ പറയുന്ന ശ്ലോകവുമായിട്ട് നമ്മളിപ്പോഴത്തെ മോഡേൺ ആർക്കിടെക്ചറിനെ ബന്ധപ്പെടുത്തിയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. മോഡേൺ ആർക്കിടെക്ചറിനെ ബന്ധപ്പെടുത്തി പറയാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം ഞാൻ പറയാം. ഇപ്പോൾ നാലുകെട്ടിൻ്റെ കോൺസെപ്റ്റിൽ വരുമ്പോൾ തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തുമുള്ള കെട്ടിടങ്ങൾ തമ്മിൽ ബന്ധുക്കളും വടക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും തമ്മിലുള്ള കെട്ടിടങ്ങൾ തമ്മിൽ ബന്ധുക്കളും എന്ന് പറയും. അപ്പം ഇങ്ങനെ വരുമ്പോൾ ആ ഒരു പ്രിൻസിപ്പിളിലാണ് നമ്മൾ പലപ്പോഴും ഇപ്പോൾ ഏകശാല, ചതുശാല, ത്രിശാല, ഇങ്ങനെ ശാലകളെ നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. ഏകശാല, ദ്വിശാല. അപ്പോൾ രണ്ട് വീടുകൾ ചേർന്ന പോർഷൻ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് 3 വീടുകളെന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വീട് ടോട്ടലി ഒറ്റ വീടാണെങ്കിലും അതിൻ്റെ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് അതിൻ്റെ ഒരു ഷേപ്പ് നാലുകെട്ടിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മളിത് തമ്മിൽ ബന്ധം ഇല്ലാത്തത് തമ്മിൽ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് മെയിനായിട്ട്. അതായത് ഉദ്ദേശം ഇപ്പോൾ തെക്കും പടിഞ്ഞാറും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും തെക്കും പടിഞ്ഞാറും ചേർത്ത് ചെയ്യാം നമുക്ക്. പക്ഷേ വടക്കും കിഴക്കും നമ്മൾ ഇപ്പോൾ തെക്ക് ഭാഗത്തും ഒരു കെട്ടിടം ചെയ്തിട്ട് വടക്ക് ഭാഗത്തൊരു കെട്ടിടം ചെയ്യുക, ബാക്കിയുള്ള സ്പേസ് വിട്ട് കിടക്കുക എന്നുള്ള അവസ്ഥ. അങ്ങനെയൊക്കെ കോമ്പിനേഷൻസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു ശ്ലോകം പറയുന്നത്. ഈ ബന്ധുത്വം എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ കെട്ടിടങ്ങൾ തമ്മിൽ ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും യോജിച്ച് നിൽക്കുന്നുണ്ട്. മറ്റ് 2 ഗ്രഹങ്ങൾ ഭാഗത്ത് ചേർക്കാൻ പറ്റില്ല. ഇവരുടെ ഇപ്പോൾ തെക്ക് ഭാഗവും പടിഞ്ഞാറ് ഭാഗവും തമ്മിലേ ചേരുള്ളൂ. പടിഞ്ഞാറ് ഭാഗം വിട്ട് കളഞ്ഞിട്ട് തെക്ക് ഭാഗം വടക്ക് ഭാഗം കൂടെ ചേർത്ത് എൽ ഷേപ്പിലൊരു ബിൽഡിംഗ് വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പോൾ തെക്ക് ഭാഗവും കിഴക്ക് ഭാഗവും തമ്മിൽ ചേർത്തുകൊണ്ട് നമ്മളൊരു ബിൽഡിംഗ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അതിനകത്തൊരു കോൺവേഴ്സ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനെ എന്തുകൊണ്ടാണ് പറയുന്നത്? മോഡേൺ ആർക്കിടെക്ചർ, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, മോഡേൺ ആർക്കിടെക്ചറുമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മോഡേൺ ആർക്കിടെക്ചറിൽ ഈ പറഞ്ഞ കോമ്പിനേഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ എൽ ഷേപ്പ് ബിൽഡിങ്സ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തെക്ക് ഭാഗത്ത് ഒരു ബിൽഡിംഗ് ചെയ്തിട്ട് കിഴക്ക് ഭാഗത്ത് കൂടെ ബിൽഡിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബന്ധുത്വമില്ലാത്ത രീതിയിലുള്ളൊരു എൽ ഷേപ്പാണ്. അപ്പം അത് ദോഷങ്ങളുണ്ടാക്കും. അപ്പം അതുപോലെ തിരിച്ച് തെക്ക് ഭാഗം വടക്ക് ഭാഗം വരുമ്പോഴത്തേക്കും കിഴക്ക് ഭാഗത്താണ് ബിൽഡിംഗ് വരേണ്ടത്. അപ്പോൾ എൽ ഷേപ്പ് ബിൽഡിങ്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മോഡേൺ ആർക്കിടെക്ചറിൽ പ്രിഡോമിനൻസ് ഓഫ് ദി സ്ട്രക്ചർ, പല എലിവേഷൻ ഷേപ്പ് കിട്ടാൻ വേണ്ടി ഇപ്പം പല രീതിയിലും ആൾക്കാർ ബിൽഡിങ്ങുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കാനുള്ള ബിൽഡിങ്ങിൻ്റെ പ്രധാന ഭാഗങ്ങളെ ഒരു ആരൂഢമാക്കി കണക്കാക്കി കഴിഞ്ഞാൽ ആ ആരൂഢത്തിനെ നമുക്ക് ഈ പറഞ്ഞ ഗ്രഹവ്യവസ്ഥയിൽ നമുക്കതിനെ അലൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ വാസ്തുവിൻ്റെ പ്രിൻസിപ്പിൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് സംയോജിപ്പിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവരും പറയും ഈ വാസ്തു പ്രകാരം ബിൽഡിംഗ് ചെയ്യുമ്പോൾ സ്ക്വയർ ഷേപ്പ് മാത്രമേ ചെയ്യാൻ പറ്റുന്നുള്ളൂ, അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ലിമിറ്റേഷൻസിനെ കുറിച്ചാണ് പലരും സംസാരിക്കുന്നത്. അത് വാസ്തു നേരെ പഠിക്കാത്തതുകൊണ്ടാണ്. വാസ്തുവിൽ എപ്പോഴും എളുപ്പം എന്ന് പറയുന്നത് എക്കണോമിക്കലായിട്ടുള്ള റെക്റ്റാങ്കിൾ സ്ക്വയർ ഷേപ്പ് എന്ന് മാത്രമേ ഉള്ളൂ. അതിന് റെക്റ്റാങ്കിൾ സ്ക്വയർ ഷേപ്പും മാത്രമേ നമ്മൾ ചെയ്യാവൂന്ന് ഒരിക്കലും ഒരിടത്തും പറഞ്ഞിട്ടില്ല. നമുക്ക് എക്സ്റ്റൻഷൻസ് ആവാം, പക്ഷേ എക്സ്റ്റൻഷൻസ് ആർ പെർമിറ്റഡ് ഞാൻ എപ്പോഴും പറയും നോർത്ത് ഭാഗവും ഈസ്റ്റ് ഭാഗവും എക്സ്റ്റെൻഡ് ചെയ്യാം, സൗത്തും വെസ്റ്റും എക്സ്റ്റെൻഡ് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലെ എക്സ്റ്റൻഷൻ്റെ പ്രിൻസിപ്പിൾ ഇതെല്ലാം ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ വരുന്നത്. ഈ ശ്ലോകം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് തന്നെ പറഞ്ഞു തുടങ്ങിയെങ്കിലും അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിൽ അപ്പം നമുക്കിതിനെ വ്യക്തമായിട്ട് ഇനിയുള്ള എപ്പിസോഡുകളിൽ പലതും ഞാനിങ്ങനെ ഈ 4 ഘട്ടത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഞാനത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാം. അപ്പം എൻ്റെ ഈ വാസ്തു ക്ലാസ്സിലൊക്കെ പലപ്പോഴും ഞാൻ ഇത്തരം കാര്യങ്ങൾ വളരെ ഡീപ്പായിട്ട് പറയാറുണ്ട്. അപ്പം ഈ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നവർക്ക് വാസ്തുവിൻ്റെ ബേസിക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വാസ്തു പഠിക്കാൻ പറ്റില്ല. അത് ആദ്യം മനസ്സിലാക്കുക. വാസ്തു പഠിക്കണമെങ്കിൽ ഒരു ഉൾവിളി ഉണ്ടാവണം എന്ന് പറയും. വാസ്തു പഠിക്കാനുള്ളൊരു ആഗ്രഹം
നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും അത് നമ്മൾ തന്നെ ആ സയൻസ് നമ്മളിലേക്ക് എത്തും. അത് അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കും അങ്ങനെ തോന്നുന്നവർക്കും മാത്രമേ അത് പഠിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് വലിയ ഒരു കാര്യമാണ്. കാര്യം നമ്മൾ പലപ്പോഴും ചില ആളുകളോട് നമ്മൾ ഇപ്പോഴത്തെ ജനറേഷനൊക്കെ ചിലപ്പോൾ നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ, ഇപ്പം തെക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ചോദിക്കും നോർത്താണോ എന്ന് ചോദിക്കും. ഇപ്പം വാക്ക് ഈ മലയാളവും ഇംഗ്ലീഷ് വാക്കും തമ്മിലുള്ള കൺഫ്യൂഷൻ പലർക്കുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ സ്ഥിരമായി കാണുന്ന ഒരാളിന് ഒരിക്കലും ഈ ഒരു കൺഫ്യൂഷൻ വരില്ല. സൗത്ത് എന്ന് പറഞ്ഞാൽ തെക്കാണെന്നും നോർത്ത് എന്ന് പറഞ്ഞാൽ വടക്കാണെന്നും ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ കിഴക്കാണെന്നും വെസ്റ്റ് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറാണെന്നുള്ളത് വ്യക്തമാണ്. ഞാൻ ഇംഗ്ലീഷ് കൂടെ ചേർത്ത് പറയുന്നു. പലരും എന്നെ വിമർശിക്കുന്ന ഒരു കാര്യമാണ് ഈ ഇംഗ്ലീഷും കൂടെ ചേർത്ത് ഞാൻ ഇതിന് പറയുന്നത്. പക്ഷേ കോമൺ മാൻ മനസ്സിലാക്കാതെ എൻ്റെ വീഡിയോസിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഹൈ ഫണ്ട തിയറീസ് പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്നുള്ളതല്ല. വാസ്തുവിനെ വളരെ സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാമെന്നുള്ള ആലോചനയിൽ നിന്നാണ് എൻ്റെ വീഡിയോസ് തന്നെ വരുന്നത്. അപ്പോൾ ഞാൻ ഈ വലിയ വലിയ വാസ്തു പ്രിൻസിപ്പിൾസിനെ വളരെ സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് എങ്ങനെ ആപ്ലിക്കേഷൻ ലെവലാക്കാം എന്നുള്ളതാണ് ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. അപ്പോൾ അതൊരു പരിധിവരെ വിജയിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. അപ്പം എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് എല്ലാം അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു ശ്ലോകം വളരെ പ്രധാനപ്പെട്ടൊരു ശ്ലോകമാണ്. ഒന്നുകൂടെ ഗ്രഹബന്ധുത എന്ന് പറയും. ഈ ഗ്രഹബന്ധുത മനസ്സിലാക്കി വയ്ക്കുക. തെക്കിനേതും പടിഞ്ഞാറേപ്പുരയും തമ്മിൽ ബാന്ധവം, വടക്കേതും കിഴക്കേതും തങ്ങളിൽ ബാന്ധവം മതം. മനസ്സിലാക്കുക. ഈ ഒരു ബിൽഡിംഗ് ഓരോ ഭാഗത്തും വരുന്ന ഡയറക്ഷനിൽ വരുന്ന ബിൽഡിങ്സിനെ തമ്മിൽ യോജിപ്പിക്കുമ്പോൾ ഈ റൂള് ശ്രദ്ധിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോയുടെ അവസാനിപ്പിക്കുന്ന മറ്റൊരു നല്ല വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരെ നന്ദി, നമസ്കാരം.